അസ്സലാമു അലൈക്കും. ഞാൻ ആസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. മുക്കം ഫൈസിയുടെ കള്ളന്മാരും ജിഫിരി തങ്ങളുടെ ഇറങ്ങിപ്പോക്കും എന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. രാഷ്ട്രീയ പാർട്ടികളെപ്പോഴും പിന്നിലാക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് മാധ്യമങ്ങളിൽ സജീവമായിരിക്കുകയാണ് ഇന്ന് സമസ്ത പണ്ഡിതന്മാർ. സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് രൂപീകരിക്കുന്നത്. സയ്യിദ് ശിഹാബുദ്ദീൻ ചെറുകോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വരക്കൽ അലവി മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും PV മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിയുമായി ആദ്യത്തെ കമ്മിറ്റി തിരഞ്ഞെടുത്തു. ഇന്ന് 100 കണക്കിന് മദ്രസകളും 1,00,000-ൽ പരം അധ്യാപകരും നിരവധി അറബി കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെയുള്ള വലിയ ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയായി സമസ്ത മാറിയിരിക്കുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ജിഫിരി തങ്ങൾ വരെയുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ നേതൃത്വ സ്ഥാനം അലങ്കരിക്കുകയും സമസ്തയിലെ തലമുതിർന്ന 40 അംഗങ്ങളുള്ള പണ്ഡിത സഭയായ മുഷാവറയും അവരുടെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും മതവിധികളും സമസ്തയിലെ അംഗങ്ങളോ മറ്റ് പണ്ഡിതന്മാരോ ആരും തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. തബ്ലീഗ് ജമാഅത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഒരു വിഭാഗം സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം 1965 എനിക്ക് തോന്നുന്നു 65 മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്നതിനെതിരെ ഉയർന്നു വന്ന കുത്തുബയിലൊക്കെ മൈക്ക് സെറ്റ് പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉയർന്നു വന്ന വിചിത്രമായ വാദവുമായി സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചു. ഇന്നും നാമമാത്രമായ അംഗങ്ങളുമായി ആ സംഘടന ഇന്നും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഭാഗത്തൊക്കെ ഇപ്പോഴും അതിന് കമ്മിറ്റികളൊക്കെ ഉണ്ട്. ആ സംസ്ഥാന കീഴിൽ അന്ന് സദഖത്തുള്ള മൗലവിയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച നുസ്രത്തുൽ അനാം എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. എന്നും എൻ്റെ അടുത്ത് ചിലപ്പോൾ അതിൻ്റെ പഴയ കോപ്പി ഇപ്പോഴും ഉണ്ടാവും. ഞാനന്ന് 5ലോ 6ലോ 8ലോ 6ാം ക്ലാസ്സിലെങ്ങാണ്ട് മദ്രസ പഠിക്കുന്ന സമയത്താണ്. അതിൻ്റെ ചോദ്യോത്തര പക്തി വളരെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു. അതൊരു മൈക്ക് സെറ്റ് ഉപയോഗിക്കുക മാത്രമല്ല, പഴയകാല സമസ്തയുടെ നേതാക്കളുടെ വേദികളിൽ ഫോട്ടോ എടുക്കാനും അനുവാദം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഫോട്ടോ എടുക്കുക മാത്രമല്ല, സ്റ്റേജിലും ഫ്ലക്സിലുമൊക്കെ തൻ്റെ ഫോട്ടോ അല്പം ചെറുതായി പോയാൽ അതിൽ നീരസം കാണിക്കുന്ന പണ്ഡിതന്മാർ വരെ ഇന്ന് നമുക്ക് കാണാം. സമസ്ത ഒന്നും പറഞ്ഞത് സമസ്തയുടെ കാര്യം മാത്രമല്ല കേട്ടോ. ഏറെ നിഷിദ്ധമാക്കപ്പെട്ട പലിശ നൽകി ബാങ്ക് ലോൺ എടുത്ത എത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റ് കീഴിൽ. സിറാജും സുപ്രഭാതവും വർത്തമാനവും മാധ്യമവും ഒക്കെ ഇന്ന് അവർക്കൊക്കെ ബാങ്ക് ലോൺ ഉണ്ട്. അത് ആവശ്യമുണ്ടായിട്ട് എടുക്കുകയാണോ കണക്ക് കാണിക്കാൻ എടുക്കുകയാണെന്നറിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് കീഴിൽ തുടങ്ങിയ പത്രത്തിൽ ഭീമമായ ലോണാണ് അവർ ബാങ്കിൽ നിന്ന് എടുത്തിരുന്നത്. അത് തികയാതെ വന്നപ്പോൾ അവിടെയുള്ള ജീവനക്കാരുടെ പേരിൽ വരെ ലോൺ എടുക്കുകയും അത് തിരിച്ചടക്കാതെ വന്ന് അവർക്ക് ജപ്തിയൊക്കെ വന്ന വാർത്തകളൊക്കെ വാർത്താമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായതാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആരംഭിച്ച മാധ്യമ ദിനപത്രം, അതിൻ്റെ ആരംഭഘട്ടത്തിൽ പലിശയുടെ പരസ്യങ്ങളോ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന പരസ്യങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല. ഇന്ന് മാധ്യമ പത്രത്തിലും അവിടെ തന്നെ കീഴിലുള്ള മീഡിയ വണ്ണിലുമൊക്കെ വരുന്ന പരസ്യങ്ങൾ പഴയ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. മറ്റെല്ലാ ചാനലുകാരെ പോലെ തന്നെ മറ്റെല്ലാ പത്രങ്ങളെയും പോലെ തന്നെ എല്ലാ പരസ്യങ്ങളും ഒരു മാനദണ്ഡം കൂടാതെ അവർ കൊടുക്കുന്നുണ്ട്. ഈ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ പരസ്യം കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അതിനേക്കാളും വലിയ കൊള്ളപ്പലിശ വാങ്ങുന്ന മറ്റ് പ്രൈവറ്റ് ബാങ്കുകളുടെയും സഹകരണ ബാങ്കുകളുടെയൊക്കെ പരസ്യങ്ങളൊക്കെ ഇന്ന് മാധ്യമത്തിൽ നമുക്ക് കാണാം. ഞാനിതൊക്കെ ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ചർച്ച ഇതൊന്നും അല്ലല്ലോ. സമസ്തയിൽ ഏറ്റവും വലിയ പിളർപ്പുണ്ടായത് 1989 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിലാണ്. ഈ അരീക്കാട് പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിരിവും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണം സമസ്തയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് എറണാകുളത്ത് നടത്തിയ സമ്മേളനമൊക്കെയാണ് അന്ന് സമസ്തയെ പിളർപ്പിലേക്ക് വഴിവെച്ചത്. ഇന്ന് സംഘടനാ മികവിലും സാമ്പത്തിക ഭദ്രതയിലുമൊക്കെ AP ഗ്രൂപ്പ് വളരെ മുന്നിട്ട് നിൽക്കുന്നു. പ്രബോധനത്തിലുപരി ബിസിനസ് സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും പണ സമാഹരണത്തിനുമാണ് അവർ ഏറെ ശ്രദ്ധിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. മുടി വിവാദവും നോളജ് സിറ്റിയിലെ വിദേശ വനിതകളടക്കം നോളജ് സിറ്റിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ സെമിനാറുകളും നോളജ് സിറ്റി തന്നെയുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ മാറുമറക്കാത്ത വനിതാ സ്റ്റാഫുകളുമൊക്കെ വളരെ വിവാദമായതാണ്. പക്ഷേ ഇത്രയും വലിയൊരു പിളർപ്പുണ്ടായിട്ടും
അണികൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയും മഹല്ലുകളിൽ അക്രമവും പള്ളി പിടിച്ചടക്കലും പള്ളി പൂട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സമസ്തയുടെ തലപ്പത്തിരിക്കുന്ന ഇരു വിഭാഗത്തിൻ്റെയും നേതാക്കൾ തമ്മിൽ, പണ്ഡിതന്മാർ തമ്മിൽ ഇപ്പം നടക്കുന്നത് പോലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കള്ളനെന്ന വിളികളൊന്നും ഉണ്ടായിട്ടില്ല. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളും വിരുദ്ധരും എന്നീ രണ്ട് ചേരിയാണ് പുതിയ വാദത്തിന് തുടക്കം കുറിച്ചത്. മുക്കം ഉമർ ഫൈസി, ഹമീദ് ഫൈസി, അമ്പലക്കടവ് എന്നിവർ നേതൃത്വം നൽകുന്ന ഷജറ ഗ്രൂപ്പുകളുടെ പിൻബലം ശരിക്കു പറഞ്ഞ CPM ആണ്. അതുകൊണ്ടാണ് ഹമീദ് ഫൈസിയും മകളും ബന്ധുവും ഒക്കെ കൂടി ജോലി ചെയ്യാതെ ലക്ഷക്കണക്കിന് രൂപ സ്കൂളിൽ നിന്ന് ശമ്പളം വാങ്ങിയെന്നും ഇത് ഇവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നും ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നുമൊക്കെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശമുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ അത് പൂഴ്ത്തിവെച്ചിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാലോ, PV അൻവർ അനധികൃതമായി ഉണ്ടാക്കിയ തടയണയും അൻവറിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളും മറ്റെല്ലാ അക്രമങ്ങളൊക്കെ മൂടിവെച്ച് അൻവറിനെ വിശുദ്ധനായി തലയിലേറ്റി നടന്നിരുന്ന CPM ഒരൊറ്റ സുപ്രഭാതത്തിൽ അൻവർ CPMനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ CPM അൻവർ മോശക്കാരനായി, ക്രിമിനലായി, കള്ളക്കടത്തുകാരനായി, കൊലപാതകിയൊക്കെ ആയി. അൻവറിൻ്റെ പേരിൽ പഴയ കേസുകളൊക്കെ പൊടി തട്ടിയെടുത്തു. ഈ ഒരു അവസ്ഥ ചിലപ്പോൾ അമ്പലക്കടവിനും ഉണ്ടാകാമെന്നൊരു പേടി അദ്ദേഹത്തിനുണ്ടാകാം. അങ്ങനെ ഒരു കുടുക്കിൽ കുടുക്കിയിരിക്കുകയാണ് അമ്പലക്കടവിനെ CPM. തൽക്കാലം ചില പച്ചിലുകൾ കാണിച്ച് അമ്പലക്കടവിനെയും മുക്കം ഫൈസിയും ഒക്കെ മോഹിപ്പിക്കാമെന്നല്ലാതെ കാലാകാലങ്ങളായി CPMൻ്റെ ഏത് ചെയ്തികൾക്കും കൂട്ടുനിൽക്കുന്ന AP ഗ്രൂപ്പിനെ വെറുപ്പിക്കാൻ CPM തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇനി ജനപ്രതിനിധികളെ മാത്രം തിരഞ്ഞെടുത്താൽ മതി എന്ന് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചെങ്കിലും കാന്തപുരം ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദത്തിന് ഫലമായിട്ട് പുതിയ ചെയർമാനായി ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിനെ അവർ തിരഞ്ഞെടുക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൽ പ്രാദേശികമായി ഇടഞ്ഞു നിൽക്കുന്ന കുറച്ച് പാർട്ടി പ്രവർത്തകർ, അതിൽ ചില നിഷ്പക്ഷമതികളൊക്കെ ഈ സമസ്തയുടെ വിവാദത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി അറിയാതെ അമ്പലക്കടവിൻ്റെയും മുക്കം ഫൈസിയുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പാണ്ഡിത്യമില്ലാത്തവരെന്ന് പരസ്യമായി വിളിച്ചത് സമസ്ത മുസാവറിലെ അംഗങ്ങളെ കള്ളന്മാർ എന്ന് സംബോധന ചെയ്തതും കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിൽ ഒരു പണ്ഡിതോചിതമല്ലാത്ത ഭാഷ ഉമർ ഫൈസി ഉപയോഗിച്ചതുമൊക്കെ ഈ പിന്തുണച്ച ആളുകൾക്കിടയിൽ തന്നെ മുറിവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എടവണ്ണപ്പാറയിൽ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ടാണ് ഉമർ ഫൈസി സാദിഖലി ശിഹാബ് തങ്ങളെ വിമർശിച്ചത്. എന്നാൽ ഞാൻ അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുമ്പോൾ CPM നേതാക്കളൊക്കെയാണ് സാധാരണ ഇന്നലെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അതുപോലെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഇങ്ങനെ കണ്ണടച്ച് ഒരു പണ്ഡിതൻ നുണ പറയുന്നതും, അതുപോലെ തന്നെ അരീക്കോട്, നമുക്കറിയാം അരീക്കോട് ഇപ്പം നടന്ന സമ്മേളനത്തിൽ പണ്ട് അഖിലേന്ത്യാ ലീഗിൽ പ്രവർത്തിച്ച മുസ്ലിം ലീഗിലെ പ്രഗത്ഭനായ ഒരു നേതാവിനെ പേര് പറയാതെ വിമർശിച്ചതും, അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിലെ പൂക്കോയ തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഒക്കെ മാതൃകാ പുരുഷന്മാരായിരുന്നു ഒക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഈ ഗണത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ പെടില്ല എന്ന് പറയാതെ പറഞ്ഞതൊക്കെ ഈ സമസ്തയിലെ പാണക്കാട് കുടുംബത്തെയും മറ്റുമൊക്കെ അംഗീകരിക്കുന്ന ഈ അണികൾക്കിടയിൽ തന്നെ ഏറെ മുറിവുണ്ടായിട്ടുണ്ട്. CPMൻ്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ആ വേദിക്ക് സമീപം തന്നെ ഒന്നിൽ കൂടുതലോ പള്ളികളുണ്ടായിട്ടും CPMൻ്റെ വേദിയിൽ തന്നെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ച് മാലോകരെ കാണിച്ചതൊക്കെ വളരെ മോശമായിപ്പോയി. ഇതൊക്കെ അണികൾക്ക് ഇപ്പോൾ ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കേൾക്കുന്നത് അമ്പലക്കടവും മുക്കം ഫൈസിയൊക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അടുത്ത് പോയി നമുക്കൊന്നാകണം, നമുക്ക് സന്ധിയാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അതൊക്കെ സമസ്തയുടെയും ലീഗിൻ്റെയൊക്കെ നേതാക്കൾ, തലമുതിര നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ മടക്കി അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്ര സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഈ തുടക്ക സമയത്ത് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മാനസിക പിന്തുണ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഇത്ര രൂക്ഷമായതിനു മുമ്പ് തന്നെ അമ്പലക്കടവിനും മുക്കം ഫൈസിക്കും എതിരെയൊക്കെ നടപടിയെടുക്കണമെന്ന് മറ്റംഗങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ, ഇവരെ കടിഞ്ഞാണിടണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ സമ്മതിക്കാതെ അദ്ദേഹം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയതും CPMൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതൊക്കെ തങ്ങളുടെ ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഇവരുടെ അനുകൂലമായ
ഒരു സമീപനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരു വലിയ ശതമാനം പള്ളികളിലെയും കാളി സ്ഥാനം ജിഫ്രി തങ്ങൾക്കാണ്. ഇവിടെ നിന്ന് ഓരോ വർഷവും പെരുന്നാളിന് കിട്ടുന്ന ഈ വിഹിതം ലക്ഷങ്ങളാണത്രേ. ജിഫ്രി തങ്ങൾ ഈ നിലപാടെടുത്താൽ ഞങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് കാസർഗോഡ് മഹല്ല് ഭാരവാഹികൾ അറിയിച്ചത്ര. അതായത് ലക്ഷക്കണക്കിന് രൂപ ഇനി കിട്ടൂല എന്ന് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണത്രേ തങ്ങൾ കാസർഗോഡ് തന്നെ നടന്ന സമ്മേളനത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചതും ഒക്കെ എന്ന് അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ജിഫ്രി തങ്ങളുടെ മാനസികമായ പിന്തുണ അമ്പലക്കടവിനും മുക്കം പൈസി കൂട്ടുകെട്ടിനുമാണത്രേ. 2 ദിവസം മുമ്പ് കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറ യോഗത്തിൽ മറ്റ് അംഗങ്ങളായ പണ്ഡിതന്മാരെയൊക്കെ കള്ളന്മാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്ന സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതുമൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണെന്ന അഭിപ്രായം ചില ആളുകൾക്കുണ്ട്. ജിഫ്രി തങ്ങൾ ഇടക്ക് ഇറങ്ങിപ്പോയത് കൊണ്ട് മുക്കം ഫൈസിക്കും മറ്റുമെതിരെയുള്ള നടപടികൾ തൽക്കാലം നീട്ടിക്കൊണ്ടുപോകാൻ ഉപകരിച്ചു. അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മുക്കം ഫൈസിയും അമ്പലക്കടവുമൊക്കെ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഒരു പരിധിവരെ ഇതിനൊക്കെ വഴിമരുന്നിട്ടത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പ്രവൃത്തികളുമൊക്കെയാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു ഭാഗത്ത് പ്രശ്നം ഇങ്ങനെ രമ്യമായി പരിഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ PMA സലാം വേറെന്തെങ്കിലും ഒരു പ്രസ്താവന സമസ്തക്കെതിരിലോ ജിഫ്രി തങ്ങൾക്കെതിരിലോ ഒക്കെ നടത്തും. ഇത് നിയന്ത്രിച്ചേ പറ്റൂ. ഇത് മുസ്ലിം ലീഗ് നേതൃത്വം ഗൗരവത്തിലെടുക്കണം. സമസ്തയും മുസ്ലിം ലീഗും ഒന്നിച്ചു പോകേണ്ട ആളുകളാണ്. ഇതിൻ്റെ ഇടയിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റ് ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സമസ്തയിലെ ചില ആളുകളെ വിമർശിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. PMA സലാമിനെ നിയന്ത്രിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകണമെന്ന് ഒരു മുസ്ലിം ലീഗുകാരൻ കൂടിയായി ഞാൻ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു.